ഞാനൊന്ന് ഇടപെടുന്നു, ഒറ്റ സെക്കൻഡ് ലാൽ ഇടപെടുന്നു. ഞാൻ CPM MP ശ്രീ ജോൺ ബ്രിട്ടാസ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ഒറ്റ മിനിറ്റാണ് അദ്ദേഹത്തെ. ശ്രീ ജോൺ ബ്രിട്ടാസ്, താങ്കൾ ഇത് പാർലമെന്റിൽ തന്നെ ഉന്നയിക്കുകയുണ്ടായി. അത് ബ്രിട്ടീഷുകാരുടെ ഭരണവുമായിട്ട് കൂടി താരതമ്യപ്പെടുത്തിയാണ് പറഞ്ഞത്. ഇതൊരു വലിയ വികാരമാണ്, ഒരു മറാഠ വികാരമാണ്. സ്വാഭാവികമായിട്ട് ഇത്തരം ചില ഇറപ്ഷൻസ് ഒക്കെ ഉണ്ടാകും. അങ്ങനെയല്ലേ ഇത് കാണേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരു ന്യായീകരണമുണ്ട്. ഏത് തരത്തിലാണ് ഇത് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തെ എടുക്കുന്നത് താങ്കൾക്ക് തോന്നുന്നത്? എന്താ കാരണം എന്ന് വെച്ചാല് അങ്ങനെ കാണുന്നത് ചരിത്രത്തെ വളച്ചൊടിക്കുന്നതാണ്. അതായത് മറാത്ത രാജാക്കന്മാരും ശിവാജി ഉൾപ്പെടെ, ശിവാജിയുടെ മകൻ സംഭാജി ഉൾപ്പെടെ അവരൊക്കെയായിട്ട് പലപ്പോഴും നീക്കുപോക്കുകൾ നടത്തിയിട്ടുള്ളവരാണ് മുഗൾ ചക്രവർത്തിമാർ. അതുപോലെ തന്നെ ക്രൂരതയുടെ കാര്യത്തില് മുഗൾ ചക്രവർത്തിയെന്നോ മുസ്ലിം ചക്രവർത്തിയെന്നോ ഹിന്ദു ചക്രവർത്തിയെന്നോ യാതൊരു വ്യത്യാസവുമില്ല. ഈ പറഞ്ഞ സംഭാജിയും അതുപോലെ തന്നെ ശിവാജിയും ഒക്കെ, ശിവാജി സൂരട്ട് പ്ലണ്ടർ ചെയ്തവരാണ്, അല്ലെങ്കിൽ ഗോവ പ്ലണ്ടർ ചെയ്തവരാണ്. ഇപ്പൊ അശോക ചക്രവർത്തിയുടെ കലിംഗ യുദ്ധം ഏറ്റവും രക്തരൂക്ഷിതമായിട്ടുള്ള യുദ്ധമായിരുന്നു. അപ്പോൾ നമ്മൾ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ആഗ്രഹമുള്ള ചില ഏടുകൾ മാത്രം എടുത്തു വെച്ച് വർത്തമാനകാല രാഷ്ട്രീയത്തിലേക്ക് പ്രയോഗിക്കുമ്പോൾ അതിൽ ഒരുപാട് അപകടമുണ്ട്. അതുകൊണ്ടാണ് ഞാനിന്ന് സംസാരിച്ചത്. 300 വർഷം മുമ്പുള്ള ഒരു ഏട് നമ്മൾ ഇന്ന് പുനർജനിപ്പിക്കുമ്പോൾ അതുണ്ടാക്കുന്ന അപകടം. അതുകൊണ്ട് ജോൺ ബ്രിട്ടാസ് എന്നുള്ള ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. പ്രധാനമന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ ഒരാളായ ഇലോൺ മസ്കിന്റെ AI ചാറ്റ് ബോക്സ് എന്താണ് ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്? അതായത് ഹിന്ദുത്വവാദികൾക്ക് ഔറംഗസീബിന്റെ ടോംബല്ല വിഷയം, മറിച്ച് അത് സംബന്ധിച്ചുള്ള വികാരം സൃഷ്ടിച്ച് വർഗീയ അസ്വാസ്ഥ്യം സൃഷ്ടിക്കൽ മാത്രമാണ് ലക്ഷ്യമെന്നാണ് ഞാൻ ഗ്രോക്കിൽ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മൾ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ഈ വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുന്നത് അവസാനിക്കണം. പിന്നെ വേറൊരു കാര്യം കൂടി, പ്രധാനമന്ത്രി ട്രംപിനോടൊപ്പം നിന്നപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. മാഗ എന്നുള്ള ട്രംപിന്റെ മുദ്രാവാക്യത്തിന് അനുസൃതമായിട്ട് അദ്ദേഹം പറഞ്ഞ മീഗ, അതായത് മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ. അപ്പം ഇന്ത്യ എപ്പോഴോ മഹത്വമായിരുന്നു എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. എന്തായാലും അദ്ദേഹം നെഹ്റുവിന്റെ കാലഘട്ടത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തെക്കുറിച്ചോ ആയിരിക്കില്ലല്ലോ ഓർമ്മിപ്പിച്ചത്. അപ്പോൾ ഇന്ത്യയെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും ഗ്രേറ്റ് സാമ്പത്തികമായിട്ടും മറ്റ് വശങ്ങൾ പരിശോധിക്കുമ്പോഴും ഗ്രേറ്റ് എന്ന് പറയാവുന്നത് മുഗൾ കാലഘട്ടമാണ്. മുഗൾ കാലഘട്ടത്തിലാണ് ലോകത്തിന്റെ GDP-യിൽ 24% കോൺട്രിബ്യൂഷൻ ഇന്ത്യക്കുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തെ നമ്മൾ ഇതുപോലെ വികൃതവൽക്കരിച്ചിട്ടാണോ നമ്മൾ അവതരിപ്പിക്കേണ്ടത്? ഇതൊക്കെ ഇന്നത്തെ വർത്തമാനകാല രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണോ ഉപയോഗിക്കേണ്ടത്? അത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് മാത്രമല്ല, ഇന്ന് ആഭ്യന്തര വകുപ്പിന്റെ ചർച്ചയിൽ ഞാൻ ഉന്നയിച്ച ഒരുപാട് ചോദ്യങ്ങളുണ്ട്. മണ്ഡല പുനർനിർണയത്തെക്കുറിച്ചുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സന്ദേഹങ്ങൾ, ആശങ്കകൾ, ഇതേക്കുറിച്ച് എന്താണ് ആഭ്യന്തരമന്ത്രിക്ക് പറയാനുള്ളത്? അതായത് നിലവില് ലോക്സഭാ സീറ്റുകളിൽ 24% സൗത്ത് ഇന്ത്യയിൽ നിന്നാണ്, ദക്ഷിണേന്ത്യയിൽ നിന്നാണ്. ആ ഒരു അനുപാതം, ആ ഒരു പ്രപ്പോർഷൻ നഷ്ടപ്പെടുമോ പുതുതായിട്ട് മണ്ഡല പുനർനവീകരണം കഴിയുമ്പോൾ? അതുപോലെ തന്നെ ഗവർണർമാരുടെ നിലപാടുകൾ, അതുപോലെ തന്നെ നിയമസഭകൾ പാസ്സാക്കുന്ന ബില്ലുകൾ ഇങ്ങനെ പെൻഡിങ്ങിലാകുന്നു. അപ്പം ഇതുപോലുള്ള ഫെഡറലിസവും ജനാധിപത്യവും മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടും അതിനോടൊന്നും പ്രതികരിക്കാതെ 2 മണിക്കൂർ പ്രസംഗത്തിൽ വാചാരനായ ആഭ്യന്തരമന്ത്രി യഥാർത്ഥത്തിൽ പ്രസക്തമായ കാര്യങ്ങളോടല്ല പ്രതികരിച്ചെന്നുള്ള ഒരു നിലപാടാണ് എനിക്ക് സ്വീകരിക്കാനുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ ഔറംഗസീബിനെയും മറ്റുള്ള ആൾക്കാരെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 300-400 വർഷം മുമ്പുള്ള ചരിത്രത്തെ നമ്മൾ ഇന്നത്തെ വർത്തമാന രാഷ്ട്രീയത്തിലേക്ക് സന്നിവേശിപ്പിക്കുമ്പോൾ അതിനുണ്ടാകുന്ന അപകടം, അതുപോലെ തന്നെ വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഓരോ സിനിമകൾ നിർമ്മിക്കും. ഇപ്പൊ കേരള സ്റ്റോറിയെ കുറിച്ച് മലയാളിക്കറിയാം. അതായത് സെപ്റ്റിക് ടാങ്കിൽ ഇടേണ്ട ഒരു സിനിമയാണ്. അതുപോലെ കാശ്മീർ ഫയൽസ്. ഇങ്ങനെ എന്താണ് നിലവിലുള്ള സർക്കാരിന്റെ അജണ്ട എന്നുള്ള കാര്യം അവർ തീരുമാനിക്കണം. ധ്രുവീകരണം നടത്തിക്കൊണ്ട് ഈ പറയുന്ന പോലെ തെരഞ്ഞെടുപ്പ് ലാഭം ഉണ്ടാക്കൽ മാത്രമാണോ, അതെയോ ഇന്ത്യയെ മുമ്പോട്ട് നയിക്കലാണോ? നമ്മളിപ്പോൾ സ്പേസിൽ ബഹിരാകാശത്തിൽ പോയ സുനിത വില്യംസിനെ നമ്മൾ അവരെ അഭിനന്ദിക്കുമ്പോൾ നമ്മൾ വീണ്ടും താഴേക്ക് കുഴിച്ചിറങ്ങുകയാണോ? എത്രത്തോളം നമ്മൾ താഴേക്ക് കുഴിച്ചിറങ്ങും? ഇതുപോലുള്ള ഒരുപാട് വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും വളരെ നന്ദി ശ്രീ ജോൺ ബ്രിട്ടാസ്. മറ്റ് പാനലിസ്റ്റുകൾ വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ചെറിയ